മൃതനായി. മർത്യപാപത്തിൻ ഇരയായി വെറും 30 കാശിനായി വിരൽ മുത്തമിട്ടൂതാ മൂന്നാണിയിൽ മൃതനായി. മൂന്നാണിയിൽ നമുക്ക് വേണ്ടി ക്രൂശിതനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പെരുമല സെമിനാരിയുടെ മാനേജരായിരിക്കുന്ന വന്യനായ പോൾ റമ്പാച്ചൻ, മറ്റ് വൈദിക സഹോദരങ്ങളെ, ഇവിടെ കൂടി വന്നിരിക്കുന്ന എപ്പേർപ്പെട്ടവരുമേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന സ്നേഹമുള്ളവരെ, ഒരു ധ്യാനം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നല്ല ഒരു കാലാവസ്ഥ രാവിലെ നമുക്കുണ്ട്. ഇതിൻ്റെ ചൂടൊന്നുമില്ല, എന്നാൽ വലിയ തണുപ്പുമില്ല, മഴക്കാലം എന്ന് വിശേഷിപ്പിക്കാം. അങ്ങനെയുള്ള ഒരു കാലത്ത് നമുക്ക് ശാന്തമായിട്ട് 1 മണിക്കൂർ സമയം ഇവിടെ ഇരുന്ന് ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ പ്രസംഗം കേൾക്കുക നല്ല. ധ്യാനം നയിക്കുന്ന ആൾ കുറേ കാര്യങ്ങൾ പറയും. അത് ഓരോന്നും ഒന്ന് ശ്രദ്ധിച്ച് എഴുതിയെടുക്കണ്ട, എഴുതിക്കോ, വിരോധമില്ല. അത് ഹൃദയത്തിലൊന്ന് കുറിച്ചുകൊണ്ട് ഈ പറയുന്നത് എൻ്റെ ജീവിതവുമായിട്ട് എങ്ങനെയാണ്, എൻ്റെ ജീവിതവുമായിട്ട് ഈ പറഞ്ഞതിന് വല്ല ബന്ധമുണ്ടോ എന്ന് ചിന്തിക്കുകയും ഒരു പുതുക്കത്തിൻ്റെ ആത്മാവിനെ പ്രാപിപ്പാൻ ഈ പരിശുദ്ധ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് സാധിക്കുകയും വേണം. അന്ധനായ ഒരു മനുഷ്യൻ, ജന്മന അന്ധനായ ആ മനുഷ്യൻ എന്നും സന്ധ്യയാവുമ്പോഴേക്കും അയൽവക്കത്ത് തൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലെ കുറച്ച് ദൂരമുണ്ട്, അവിടേക്ക് ചെല്ലും. അവിടെ പോയിരുന്ന് സംസാരിച്ചേച്ച് തിരിച്ചു പോരും. കാണാതെ അവിടം വരെ പോകാനും കാണാതെ തിരിച്ചു വരാനും കൃത്യമായി വഴി അറിയാവുന്ന കാഴ്ചയില്ലാത്ത മനുഷ്യൻ. അദ്ദേഹം ഒരു ദിവസം ചെന്ന് തൻ്റെ സുഹൃത്തുമായിട്ട് സംഭാഷണങ്ങളൊക്കെ നടത്തി അവിടെ ആതിഥ്യമൊക്കെ സ്വീകരിച്ച് സമയം പോയത് അറിഞ്ഞില്ല, ഇരുട്ടിപ്പോയി. അപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു, രാത്രിയായില്ലേ, പോകണ്ടേ? അയാൾ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദര, എനിക്ക് എപ്പോഴും രാത്രിയാ, നിനക്കല്ലേ പകലും രാത്രിയും ഉള്ളൂ, എനിക്ക് ജനിച്ചപ്പം മുതൽ രാത്രിയാ, അതുകൊണ്ട് എനിക്കൊരു വിഷയമില്ല. അവിടെ പറഞ്ഞു, സമയം ഇത്രയായി, ഇനി വീട്ടിലോട്ട് പോക്കോ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ പൊക്കോളാം. അപ്പം അദ്ദേഹം പോകാനിറങ്ങിയപ്പം ഒരു റാന്തൽ വിളക്ക് കത്തിച്ച് ഈ കാഴ്ചയില്ലാത്ത മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തിട്ട് സുഹൃത്ത് പറഞ്ഞു, എന്നും നീ നേരത്തെ പോകുന്ന, ഇന്ന് നീ രാത്രിയായി പോയതുകൊണ്ട് ഈ വിളക്കും കൊണ്ടങ്ങ് വെക്കൂ. അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എനിക്കെന്തിനാ വിളക്ക്? വെട്ടം കാണാൻ മേലാത്ത എനിക്കെന്തിനാ വിളക്ക്? ജീവിതത്തിൽ പലരുടെയും ചോദ്യം ഇതൊക്കെ തന്നെയാണ്. എനിക്കെന്തിനാ സുവിശേഷം? എനിക്കെന്തിനാ വചനം? എനിക്കെന്നതാ അറിയാൻ മേലാത്തേ? എനിക്കെന്നതാ പുതുമയുള്ളത് വല്ലതും കേൾക്കാൻ? ഞാൻ ഒത്തിരി കേട്ടതാ ജനിച്ചപ്പം മുതൽ. സുഹൃത്ത് പറഞ്ഞു, സഹോദര, നീ ഇരുട്ടത്ത് നടന്നു പോകുമ്പോൾ നിന്നെ മറ്റൊരാൾ വന്ന് തട്ടി വീഴിക്കാതിരിക്കാൻ തക്കോണം ഈ വിളക്ക് കയ്യിൽ കരുതിക്കൊള്ളുക. നിൻ്റെ കയ്യിലൊരു വിളക്കുണ്ടെങ്കിൽ നിന്നെ ആരും വന്ന് തട്ടിയിടുകയില്ല. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ എനിക്കും ഓർപ്പിക്കുവാനുള്ളത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ യേശുത്തമ്പുരാൻ വിശുദ്ധ മാമോദീസായിലൂടെ നമുക്ക് കൊളുത്തി തന്നതായ ഒരു വെളിച്ചം, ആ വെളിച്ചം എന്നും നമുക്കും മറ്റുള്ളവർക്കും പ്രകാശമാകുവാൻ ഈ കൂടിവരവിലൂടെയൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്പദൂരം ഈ പ്രിയപ്പെട്ടവൻ റാന്തൽ വിളക്കുമായിട്ട് നടന്നു. കുറച്ച് ദൂരം ചെന്നപ്പോൾ ആരോ ഒരാൾ വന്ന് ഈ മനുഷ്യനെ തട്ടിത്താഴെയിട്ടു. അരിശം വന്നു. തട്ടിയിട്ട് ആളിനോട് ചോദിച്ചു, ആരടാ എന്നെ തട്ടിയത്?
നിനക്കെന്നെ കണ്ണ് കാണാൻ മേലേ? ഞാൻ വിളക്കം കൊണ്ടല്ലേ വരുന്നേ. എനിക്ക് കണ്ണ് കാണത്തില്ല, നിനക്ക് കാണാമായിരുന്നല്ലോ. പലപ്പോഴും നമ്മുടെ പ്രതികരണമൊക്കെ ഇങ്ങനെയാണ്, വാസ്തവം അറിയാതെ. അപ്പോൾ തട്ടിയിട്ടയാൾ പറഞ്ഞു, സഹോദര ക്ഷമിക്കണം, നിൻ്റെ കയ്യിൽ വിളക്കുണ്ട്, പക്ഷെ അത് കെട്ടിരിക്കുകയായിരുന്നു. കത്തിച്ച വിളക്കാണ് കൊടുത്തത്, പക്ഷെ വഴിയിൽ വെച്ച് കെട്ടുപോയി. കെട്ടുപോയത് നീ അറിയുന്നില്ല, അതുകൊണ്ട് നിൻ്റെ വെളിച്ചം ഞാൻ കണ്ടില്ല, ക്ഷമിക്കണം. ഇന്നും ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് അന്ധകാരത്തിൻ്റെ മക്കളായി പലപ്പോഴും വെളിച്ചമുണ്ടാവും എന്നുള്ള ഭാവത്തോടെ ജീവിക്കുന്ന ആളുകളായി ഞാനും നിങ്ങളും തീരുന്നുണ്ടോ എന്ന് ആമുഖമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. അന്ധരാണോ നാം? നന്മയുടെ വെളിച്ചം കെട്ടുപോകാതെ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 27-ാം വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്: നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. നമുക്ക് ലഭിക്കുന്ന ആയുസ്സിൽ എത്ര നന്മ നമുക്ക് ചെയ്യാൻ ഒക്കുമോ അത്രയും നന്മ ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് ആമുഖമായിട്ട് ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്തെല്ലാം സമ്പാദിച്ചാലും, ഞാൻ ചിലപ്പോൾ ഓർക്കും, എന്തൊക്കെ സമ്പാദിച്ചാലും സമ്പാദിച്ചില്ലേലും ശവപ്പെട്ടിക്ക് കാശ് മുടക്കുന്ന ആരാന്നറിയാവോ? നമുക്കറിയത്തില്ല. ചിലപ്പോൾ മക്കളായിരിക്കും, ചിലപ്പോൾ ബന്ധുക്കാരായിരിക്കും, ചിലപ്പോൾ സ്നേഹിതരാരെങ്കിലും ആയിരിക്കും. എന്താണ്, നമ്മുടെ കൈ കാശ് ചോദിക്കത്തില്ല. മരിച്ചയാളിനോട് ശവപ്പെട്ടിയുടെ കാശ് ചോദിക്കത്തില്ല. ഒരു ശവപ്പെട്ടി പോലും സ്വന്തമായിട്ടില്ലാതെ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ജീവിച്ചിരിക്കെ പോലും മുത്തം തരാത്തവരൊക്കെ വന്ന് ഓരോ അന്ത്യചുംബനം തരും. എന്നാത്തിനാവാ? ഇവിടെയാണ് വെളിച്ചം നഷ്ടപ്പെട്ടു പോയ അനുഭവം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ഇവിടെ വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൻ്റെ 7-ാം അധ്യായം 37-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: ഏതൊരുവനും ദാഹിക്കുന്നുവെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. നിനക്ക് ആത്മീയമായ ദാഹമുണ്ടെങ്കിൽ നീ എങ്ങും പോവണ്ട, നീ എൻ്റെ അടുക്കൽ വാ. ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് പിന്നെ ദാഹിക്കത്തുമില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പരിശുദ്ധ ദേവാലയത്തിലേക്ക് വരുന്നതും നമ്മുടെ ആത്മീയമായ ദാഹത്തെ അല്പമൊന്ന് ശമിപ്പിക്കുവാൻ ശ്രമിക്കുന്നതും പലപ്പോഴും ഈ പ്രകാശമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട്, ഈ ആത്മജലത്തിൻ്റെ ഉപയോഗം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് അതിനെ ഒന്ന് പുനർക്രമീകരിക്കാൻ തക്കൊണ്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ വചനം, നമ്മൾ വചനം കേൾക്കുകയാണല്ലോ, അതെത്ര ശക്തിയുള്ള വചനമാണ്. അത് ആദ്യം മുതലേ ശക്തിയേറിയ വചനം. ഞാനത് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ തന്നെ അറിയാം. അതിൻ്റെ തുടക്കത്തിൽ പ്രകാശം ഉണ്ടാകട്ടെ, ദൈവം കൽപ്പിച്ചു, പ്രകാശം ഉണ്ടായി. ഇതൊരു ശക്തമായ വാക്കുകളാണ്. നമ്മളോട് പറഞ്ഞു, നീ വിശ്വാസം ഉണ്ടെങ്കിൽ ഇതിനോടൊന്ന് മാറിപ്പോകാൻ പറഞ്ഞാൽ മല അങ്ങ് മാറിപ്പോകും. നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും മലയോട് ഇങ്ങോട്ടൊന്ന് മാറി തന്നേന്ന് പറഞ്ഞോ? അത് തന്നെ ഇടിഞ്ഞു വീഴുന്നല്ലാതെ. പ്രകാശം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, പ്രകാശം ഉണ്ടായി. ആകാശവിധാനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു, ആകാശവിധാനം ഉണ്ടായി. അവിടെ നക്ഷത്രങ്ങൾ ഉണ്ടാവട്ടെ എന്ന് കൽപ്പിച്ചു, നക്ഷത്രങ്ങളുണ്ടായി. സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ പ്രകാശിക്കട്ടെ എന്ന് പറഞ്ഞു, പ്രകാശിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്ന് വചനത്തിൻ്റെ ശക്തി ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നു. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഓരോന്നിലും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവമുഖം ദർശിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതുകൊണ്ടാണ് പ്രകൃതിയെ സ്നേഹിക്കണം, പക്ഷിമൃഗാദികളെ സ്നേഹിക്കണം, ഒന്നിനെ ആട്ടിപ്പായിക്കരുത് എന്ന് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചത്. കാലസമ്പൂർണതയിൽ ഈ ശക്തിയേറിയ വചനം മാലാഖയിലൂടെ ഒരു കന്യകയുടെ അടുക്കലേക്ക് വന്നിട്ട് കന്യകയുടെ ചെവിയിലൂടെ അത് ഉദരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. എത്ര ശക്തമാണ് ദൈവത്തിൻ്റെ വചനം എന്നുള്ളത് ആരും മറന്നു പോകരുത് എന്ന് ഓർപ്പിക്കുകയായിരുന്നു. വീണ്ടും യേശു ക്രിസ്തുവിൻ്റെ കാലത്തേക്ക് വരുമ്പം കൽഭരണിയിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. വെള്ളത്തിലേക്കൊന്ന് നോക്കിയിട്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. അത് വീഞ്ഞായി.
എന്തൊരു ശക്തിയാ ആ നോട്ടത്തിന്! മനസ്സുകൊണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ, വീഞ്ഞാകട്ടെ എന്നല്ലേ, ഉറക്കപ്പോലും പറഞ്ഞില്ല, അത് വീഞ്ഞായി. കുഷ്ഠരോഗി അടുക്ക വന്നു, ആരുടെ അടുക്ക പോകാനൊക്കത്തില്ല, അവൻ്റെ അടുക്ക വന്നു. അവനെ ഒന്ന് തൊട്ടതേ ഉള്ളൂ, അവൻ സൗഖ്യപ്പെട്ടു. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവൻ്റെ കണ്ണേലൊന്ന് തൊട്ടതേ ഉള്ളൂ, അവന് കാഴ്ച ലഭിച്ചു. ചെവി കേൾക്കാൻ മേലാത്തവൻ്റെ ചെവിയേലൊന്ന് തൊട്ടപ്പോൾ അവന് കേൾവിശക്തി കിട്ടി. ലാസറിനെ ഒന്ന് പേര് ചൊല്ലി വിളിച്ചപ്പം അവൻ ഉയർത്തെഴുന്നേറ്റ് കടന്നു വന്നു. കടലിനെ നോക്കി അവനൊന്ന് ശാസിച്ചപ്പോൾ കടലിൽ ശാന്തമായി. എത്ര ശക്തിയേറിയ വചനമാണ് നമ്മളിട്ട് തട്ടിക്കളിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത്ര നിസ്സാരമാണോ വചനം? സ്വർണത്തിന് ഇപ്പോൾ ഇച്ചിരി വില കുറഞ്ഞല്ലേ? അവർക്കൊരു സന്തോഷം അത് പറഞ്ഞപ്പോൾ. സ്വർണത്തിന് ഇച്ചിരി വില കുറഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ടത്. 10,000 രൂപ കുറഞ്ഞെന്ന് കേട്ടു. ഈ സ്വർണത്തിന് നല്ല വിലയാണ്. അത് മേടിച്ചുകൊണ്ട് പോയി എവിടെയാണ് സൂക്ഷിക്കുന്നത്? പ്രത്യേകം അതിന് സ്വർണം സൂക്ഷിക്കേണ്ടിടത്താണ് സൂക്ഷിക്കുന്നത്, അല്ലേ? അപ്പം ഇത്രയും വിലയുള്ള വചനം അതെവിടാ സൂക്ഷിക്കണ്ടേ? തെരുവോരങ്ങളിലാണോ? മുക്കിനും മൂലയ്ക്കുമാണോ? ദൈവത്തിൻ്റെ വചനം അത്ര വിലയേറിയതാണോ എന്നോർത്തുകൊണ്ട് അതിനെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ നമുക്ക് എവർക്കും കഴിയട്ടെ. രുചികരമായ ഒരു തേൻകട്ട പോലെയുള്ള നല്ല ഒരൗഷധമാണ് ഈ വചനം എന്നുള്ളത് ഞാൻ ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രം. പൗരസ്ത്യ സഭകളെല്ലാം തന്നെ വചനത്തിൻ്റെ ഖനിയിൽ വളർന്നവയാണ്. അവതരിച്ച വചനം ഈ കാലഘട്ടത്തിലും നമ്മുടെ ഇടയിൽ വ്യർത്ഥമാകാതെ നിലകൊള്ളുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഞാൻ അവിടെ വന്നിരുന്നപ്പോൾ ഒരു സഹോദരി എൻ്റെ അടുക്ക വന്നു. എന്നോട് പറഞ്ഞു, ഒരു കുരിശൊന്ന് പ്രാർത്ഥിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞു, അയ്യോ അതൊക്കെ ഇവിടുത്തെ അച്ഛന്മാർ, ഞാനിവിടെ ഗസ്റ്റായിട്ട് വന്നതാണ്. ഞാനിവിടെ വന്നേച്ച് ആർക്കെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചു കൊടുക്കാനും ആരുടെയെങ്കിലുമൊക്കെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കാനും ഇവിടുത്തെ മാനേജരച്ചൻ പറഞ്ഞാലേ ചെയ്യാനൊക്കത്തുള്ളൂ. അതാണല്ലോ അതിൻ്റെ ശരി. വരുന്നവനെല്ലാം രാജാവാകാൻ ഒക്കുമോ? ഒക്കത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വിട്ടപ്പോൾ റമ്പാച്ചൻ അവിടെ ഇല്ലായിരുന്നുകൊണ്ട് തിരിച്ചെൻ്റെ അടുക്ക് വന്നു. അവിടെ അച്ഛന്മാരെ ആരെയും കണ്ടില്ല. ചോദിച്ചപ്പം അവിടെ ശാലം സങ്കടം പറഞ്ഞു. ആ സങ്കട നിവൃത്തിക്കായിട്ട് ഒരു ധൈര്യത്തിന് ഇതൊന്ന് പ്രാർത്ഥിച്ചു തരിക. എല്ലാം മറന്നു ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് കൊടുത്തു. എന്താ കാര്യം? തമ്പുരാൻ്റെ വചനവും തമ്പുരാൻ്റെ സ്ലീവായും ഒരനുഗ്രഹവും തനിക്കൊരാശ്വാസമാണ് എന്നുള്ളതായ വലിയ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ നമ്മളിൽ ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ വരുന്നതും എവിടെയായിരുന്നാലും അവിടെ ഇരുന്നു കൊണ്ട് ഇത് കേൾക്കുവാനായിട്ട് ശ്രദ്ധിക്കുന്നത്. അതിനാണ് നമ്മൾ ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങളുമായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് 119 സങ്കീർത്തനം അതിൻ്റെ 18 തിരുവചനമാണ്. നിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. പരിചിതമായ വേദഭാഗമായിരിക്കാം. നിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. സഹോദരങ്ങളെ, ഈ വേദപുസ്തകം മുഴുവൻ വായിച്ചിട്ടുള്ളവർക്ക് ധൈര്യമായിട്ടൊന്ന് കൈപൊക്കാവോ? മുഴുവൻ വായിച്ചവർ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ. കുറച്ചധികം പേരുണ്ട്, സന്തോഷം. ഇതിനി എന്നാ വായിക്കുന്നത് ബാക്കിയുള്ളവർ? കണ്ണിൻ്റെ കാഴ്ച പോയി കഴിഞ്ഞോ? അക്ഷരം മറന്നു കഴിഞ്ഞിട്ടോ? അൾഷിമേഴ്സ് വന്നു കഴിഞ്ഞിട്ടോ? വീട്ടിലിരിപ്പില്ലേ വചനം? ഞാൻ ചോദിച്ചല്ലോ, സ്വർണം എവിടെയാണ് സൂക്ഷിക്കേണ്ടത്? വചനം വീട്ടിലെ ഷോക്കേസിലിരുന്നാൽ മതിയോ? അതിൽ നിന്ന് ഏതെങ്കിലും ഒരു അധ്യായം ആരെങ്കിലും ഒരാൾ വായിച്ചാൽ മതിയോ? നീ വായിക്കണം, ഞാൻ വായിക്കണം, പൂർത്തിയാക്കാൻ കഴിയണം. എത്ര ആവർത്തി വായിക്കാമോ അത്ര ആവർത്തി വായിക്കും തോറും നമ്മുടെ ആത്മീയ ദാഹം വളർന്നു വരും. ആ ദാഹം തീർക്കുവാൻ സഭയാകുന്ന ദേവാലയത്തിൽ കൂദാശകളുടെ വലിയ ക്രമീകരണങ്ങൾ ദൈവം തമ്പുരാൻ തന്ന് അനുഗ്രഹിച്ചിരിക്കുന്നതിനെ പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹീതരായിക്കൊണ്ട് നമുക്ക് ജീവിപ്പാനായിട്ട് കഴിയണം. അതിന് നിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. സ്നേഹപൂർവം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കുമ്പം ദൈവം എന്തെല്ലാം സൃഷ്ടിച്ചു.
ഈ മനുഷ്യനെ സൃഷ്ടിച്ചതൊരു മണ്ടത്തരമായി പോയില്ലേ? ഈ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന പ്രവണതകളും പ്രവൃത്തികളും കണ്ടാൽ തമ്പുരാന് മണ്ടത്തരം പറ്റിയോ എന്ന് ചിന്തിക്കാം. ഒരുത്തനെ സൃഷ്ടിച്ചു, മണ്ണുകൊണ്ടാണെന്ന് പറയുന്നു. അവന് ശ്വാസവും കൊടുത്തു, ഊതിക്കൊടുത്തു. അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഏതെന്തോട്ടത്തിൽ കൂടെ അവനിങ്ങനെ നടക്കുക, ഒറ്റയ്ക്ക് നടക്കുക. പുള്ളിക്ക് മനപ്രയാസമാണ്. തമ്പുരാൻ വലിയ കാര്യമായിട്ട് തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും ഒക്കെ സൃഷ്ടിച്ചതാണ് മനുഷ്യനെ. പക്ഷേ പുള്ളിക്കാരന് തന്നെ നടന്നപ്പം മടുപ്പായി. ഈ അടുത്ത സമയത്ത് ഒരു പെൺകുട്ടി ഏതാണ്ട് 36 വയസ്സോളം അടുക്കുന്നു. അവിടെ മാതാപിതാക്കൾ സങ്കടം പറഞ്ഞു. അച്ഛാ, മോളെ ഞങ്ങൾ 4-5 വർഷമായിട്ട് നിർബന്ധിക്കുന്നു, അവൾക്ക് വിവാഹം വേണ്ട. അച്ഛൻ അവളെ ചെറുപ്പം മുതലേ ഇഷ്ടമുള്ളത്, അച്ഛനെ അവൾക്ക് ഇഷ്ടം. അച്ഛനൊന്ന് വരാമോ? ഞാൻ വന്നിട്ട് അവളെങ്ങനെ കെട്ടിക്കാനാണ്? അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യാനാ? പക്ഷെ അവരുടെ ആ നിർബന്ധവും അവരുടെ സങ്കടവും കണ്ടപ്പോൾ ഞാൻ ആ വീട്ടിലോട്ട് ചെന്നു കേട്ടോ. ഇന്നത്തെ കാലഘട്ടം പറയുക. ഞാൻ ആ വീട്ടിൽ ചെന്നു, കതക് തുറന്ന് ആ കൊച്ചാ, ഇത്തിരി സ്നേഹമുള്ള കൊച്ചാ, അവളെന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചു. എന്നാ എന്നോട് ചോദിച്ചു, ഇരിക്കച്ചാന്നും പറഞ്ഞ് അവിടെ ഇരുത്തി ചോദിച്ചു, പപ്പായും മമ്മിയും പറഞ്ഞിട്ട് വന്നതല്ലേ അച്ഛൻ? ഞാൻ പറഞ്ഞു, അതേ മോനെ, എനിക്കറിയാം പപ്പായും മമ്മിയും അവസാനം അച്ഛൻ്റെ അടുക്ക് തന്നെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അച്ഛൻ വരുമെന്നും എനിക്കറിയാം. ഒട്ടും മടിയോടാതെ ഞാൻ ചോദിച്ചു, എന്നാ കല്യാണം കഴിക്കാത്തതെന്ന് അവളോടൊന്ന് ചോദിക്കണ്ടേ? എന്നല്ലേ ഞാൻ ചെന്നേ. ഞാൻ ചോദിച്ചു, എന്താ മോളെ വിവാഹമൊന്നും വേണ്ടെന്ന് പറയാൻ കാര്യം എന്നാടാ? ഞാനങ്ങനെ പെൺകുട്ടികളെ ഇടാന്നാണ് വിളിക്കുന്നത്. എന്തോടാ നീ അങ്ങനെ പറഞ്ഞത്, കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞത്? ആ കൊച്ചെന്നോടൊരു ചോദ്യമാണ്, കഴിച്ചിട്ട് എന്നെ എടുക്കാന്? ഇത് കഴിച്ചിട്ട് എന്നെ എടുക്കാനാ? കഴിച്ചവർക്ക് പറയാനൊക്കുമോ? എൻ്റെ ദൈവമേ, ഞാൻ പെട്ടുപോകില്ല എന്ന് ഓർത്ത് തന്നെയാണ് ചെന്നത്. കാരണം അവൾ വളരെ മിടിക്കുക. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നെ ഞാൻ പറഞ്ഞു, സത്യമാണ് മോളെ നീ പറഞ്ഞേ. എനിക്ക് 24 വയസ്സുള്ളപ്പം എൻ്റെ അമ്മ ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയിട്ട് എന്നോട് കെട്ടിക്കോടാന്ന് പറഞ്ഞു. ഞാനങ്ങ് കെട്ടി. എനിക്കറിയത്തില്ല മോളെ എന്തിനാണ് കെട്ടിയെന്നൊന്നും. സത്യമാ, നീ ചോദിച്ചതും ചോദ്യം ശരിയാ. പക്ഷേ മോളെ, ഇപ്പം ഞാൻ 45 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് ഇപ്പം എനിക്ക് ബോധ്യമായി അന്ന് കല്യാണം കഴിച്ചത് നന്നായെന്ന്. കാരണം എൻ്റെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടായി. എനിക്കും ഈ ലോകത്തിലെ ജീവിതത്തിൽ എന്തൊക്കെയോ ഒന്നാകാൻ കഴിഞ്ഞു എന്നൊരാശ്വാസം. എന്നിലൂടെ അടുത്ത തലമുറ വളരും എന്നുള്ള ഒരു വിശ്വാസം. ബാക്കിയെല്ലാം തമ്പുരാൻ്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് മോളെ, നീ ചോദിച്ച ചോദ്യം 24 വർഷം മുമ്പ് ഞാൻ എന്നോട് തന്നെ ചോദിച്ചതാണ്, എന്തിനാ കല്യാണം കഴിക്കുന്നത്? 24 വയസ്സുള്ളപ്പോൾ. 24 വയസ്സിൻ്റെ അല്ല, അന്ന് ഈ കല്യാണം എന്ന് പറഞ്ഞാൽ എന്നാന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്രയും ഞാൻ നിന്നോട് പറയുള്ളൂ. നീ ആലോചിക്കുക, പ്രാർത്ഥിക്കുക, ദൈവം നടത്തട്ടെ എന്ന് പറഞ്ഞു. ആദം ഒറ്റയ്ക്കിരിക്കുന്നത് കൊണ്ട് അവന് കൂട്ടായിട്ട് വേറൊരു മണ്ണിനെ സൃഷ്ടിക്കാതെ അവൻ്റെ അസ്ഥിയിൽ നിന്നെടുത്ത് ഹൗവായെ സൃഷ്ടിച്ച് കൂട്ടുകൊടുത്തു. എന്തൊരു സന്തോഷമായെന്നറിയോ? അയ്യോ, ഈ പെണ്ണുങ്ങളെ കണ്ടതിന് ശേഷം ആണുങ്ങൾക്ക് സന്തോഷമായത്. ദൈവം ഹൗവായെ സൃഷ്ടിച്ചതോടുകൂടി ആദമിന് സന്തോഷമായി. അവർ കയ്യെ പിടിച്ചോണ്ട് ഏതും തോട്ടത്തിൽ കൂടി ഇങ്ങനെ, ഞാനിതൊക്കെ വായിക്കുമ്പോൾ ഓർക്കും എന്ത് രസമായിരുന്നു. നമ്മൾക്ക് വല്ല പാർക്കിലും ഒക്കെ പോകണം. അവിടെ ചെന്നേച്ച് ഭാര്യയുടെ കയ്യെ പിടിച്ചോണ്ടൊന്ന് നടക്കാമെങ്കിൽ എൻ്റെ ദൈവമേ, ജോൺ ബോളത്തിനാണ് നടക്കുന്നെങ്കിൽ നാളെ വൈറലാവും അല്ലേ? എന്തൊരു പ്രയാസമാണ് നമുക്ക്. ഏതും തോട്ടത്തിൽ വേറെ ഒരു മനുഷ്യൻ പോലും ഇല്ല, ഇവർക്ക് സുഖമായിട്ട് നടക്കായിരുന്നു. അവർ രണ്ടും കൂടെ നടന്നതിനിടയിൽ സാത്താൻ പ്രവർത്തിച്ചു. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ദൈവം തൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നും ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചുവെന്നും, എന്നാൽ തലമുറകൾ പിന്നിട്ടപ്പോൾ ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലുതെന്നും അവൻ്റെ നിരൂപണങ്ങൾ ബാല്യം മുതൽ എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും ദൈവം കണ്ടു. ഉൽപ്പത്തി പുസ്തകം 6:6 തന്നെ പറയുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ 6-ാമത്തെ അധ്യായം 6-ാം വാക്യത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം അനുതപിച്ചു, അതവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. അതാ ഞാൻ പറഞ്ഞത്, മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം തമ്പുരാന് ദുഃഖമുണ്ടായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെ ആരെയെങ്കിലും കുറിച്ച് ദൈവം തമ്പുരാൻ ദുഃഖിക്കുന്നുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? അത്രയേ ഉള്ളൂ. ഇത് ധ്യാനം അവിടെ നമുക്ക് അവസാനിപ്പിക്കാം. നിൻ്റെ കുടുംബത്തെ നോക്കി ദൈവം ദുഃഖിക്കുന്നുണ്ടോ?
നിന്റെ കുടുംബാംഗങ്ങളെ നോക്കി തമ്പുരാൻ കരയുന്നുണ്ടോ? അതോ നിന്റെ കുടുംബത്തെ നോക്കി ദൈവം സന്തോഷിക്കുന്നുവോ? നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവമേ എൻ്റെ കുടുംബത്തെ നോക്കി സ്വർഗം സന്തോഷിപ്പാൻ, ദൈവം സന്തോഷിപ്പാനുള്ളതിനെ കൊണ്ട് മാത്രം നിറയ്ക്കണമേ. നമ്മുടെ വീട്ടിൽ ദൈവമുണ്ടെന്നുള്ള ബോധ്യം നമുക്ക് ചുറ്റും വസിക്കുന്നവർക്കും ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ദൈവം സങ്കടപ്പെടുകയില്ല, ദൈവം സന്തോഷിക്കും എന്ന് ഓർപ്പിക്കുക. അന്ന് തമ്പുരാന് ദുഃഖമുണ്ടായെങ്കിൽ ഇന്നും സത്യത്തിൽ തമ്പുരാൻ ദുഃഖിക്കുന്നില്ലേ? പഴയ നിയമകാലത്ത് ഇസ്രായേൽ എന്നൊരു വലിയ ജാതിയെ സ്നേഹിച്ചു, സ്വന്തമാക്കി, തൻ്റെ സ്വന്തം ജനത എന്നവരെ കൂടെ നിർത്തിയെങ്കിൽ യേശു തമ്പുരാൻ വന്നിട്ട് മറ്റുള്ള എല്ലാവർക്കും വേണ്ടി വന്നെങ്കിലും നമ്മളെ തിരഞ്ഞെടുത്ത് നമ്മളെ ക്രിസ്ത്യാനികൾ നമുക്ക് ചില പദവികളൊക്കെ തന്ന് സ്വന്തമാക്കി വെച്ചുകൊണ്ട് ചില വാഗ്ദാനങ്ങൾ തന്നുകൊണ്ട് തമ്പുരാൻ കടന്നുപോയി. പക്ഷേ ഇന്നും ദൈവത്തിന് സന്തോഷിക്കുവാനായിട്ട് ഒക്കുമോ? മനസ്സ് നൊന്ത ദൈവം താൻ സൃഷ്ടിച്ച മനുഷ്യനെയും ജീവശ്വാസമുള്ള സകലത്തെയും നശിപ്പിക്കുവാൻ നിശ്ചയിക്കുന്നു എന്നും വചനം വായിക്കുന്നു. ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ വരുമ്പം ഇപ്പം ഒരു ഉരുൾപൊട്ടൽ നമ്മളെ സങ്കടത്തിലാക്കിയില്ലേ? എല്ലാവർക്കും അതേ ഓർത്താൽ പിന്നെ കണ്ണു നിറയും. അത് കണ്ട രംഗങ്ങളൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് കാണുവാണേലും അന്ന് നമുക്ക് കഞ്ഞി ഇറങ്ങത്തില്ല. അവിടെ ചെന്ന ബാവാതിരുമേനിയൊക്കെ അവരുടെ സങ്കടങ്ങൾ പങ്കിടുന്നതൊക്കെ നമ്മൾ കേട്ടു. പ്രിയമുള്ളവരെ, ഒരു ജലപ്രളയം ഉണ്ടായി ലോകത്തിലെ സർവ്വ സൃഷ്ടിയെയും നശിപ്പിച്ച് കളയുവാൻ ദൈവം തീരുമാനിച്ച ഒരു സമയം, അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. അല്ലാണ്ട് ഒരു ഏരിയ മാത്രമല്ല, വയനാട് മാത്രമല്ല, ഹൈ റേഞ്ച് മാത്രമല്ല, ലോകത്തെ മുഴുവനായിട്ട് നശിപ്പിക്കുവാൻ ദൈവം തീരുമാനമെടുത്ത ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ അതിനിടയ്ക്ക് ദൈവം ഒരു മനുഷ്യനെ കണ്ട്, നിഷ്കളങ്കനും നിർമ്മലനും നീതിമാനും ദൈവത്തോട് ചേർന്ന് നടക്കുന്നവനുമായ ഒരു മനുഷ്യനെയും അവൻ്റെ കുടുംബത്തെയും. നിങ്ങൾക്കറിയാം നോഹ അല്ലേ? ഇത്രയും ആളുകളെ കൊണ്ട് ഭൂമി പെരുകി നിൽക്കുമ്പം ഒരു കുടുംബത്തെ ദൈവം കണ്ടു. നമുക്കൊന്ന് ചിന്തിക്കാം, നാളെ തമ്പുരാൻ ഇങ്ങനെയൊരു തീരുമാനം എടുത്താൽ എൻ്റെ കുടുംബത്തെ ദൈവം കാത്തുകൊള്ളുമോ? എൻ്റെ കുഞ്ഞുങ്ങളെയും അവരുടെ കുഞ്ഞുങ്ങളെ ആകുന്ന തലമുറയെ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിനകത്ത് തമ്പുരാൻ കാത്തു പരിപാലിക്കുമോ? നോഹയുടെ കുടുംബത്തെ, ആ നോഹയുടെ നിർണായക ശക്തിയും അദ്ദേഹത്തിൻ്റെ ദൈവാശ്രയവും നമുക്ക് പലപ്പോഴും ചിന്തിക്കാവുന്നതിനൊക്കെ അപ്പുറമായിരുന്നു. ആ നിശ്ചയദാർഢ്യം, അതുകൂടാതെ വഷളത്വങ്ങൾ പറഞ്ഞ് വിശുദ്ധിയിലേക്ക് ഉയരുവാൻ ഒരുത്തർക്കും സാധിക്കില്ല. ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി ദൈവത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങിയല്ലാതെ കള്ളത്തരങ്ങൾ കാണിച്ചും വഞ്ചനകൾ കാണിച്ചും വഷളത്വം കാണിച്ചും ഒരുത്തർക്കും ദൈവരാജ്യത്തിലേക്ക് ഉയരുവാൻ സാധിക്കില്ല. ഇന്നത്തെ നമ്മുടെ ജീവിതശൈലി നമുക്കിതൊക്കെ സാധ്യമാണോ എന്നോർക്കുക. ദുഷ്ടന്മാരെല്ലാം നശിപ്പിച്ച് കളയുവാൻ ദൈവം തീരുമാനിക്കുമ്പോൾ ഒരു നീതിമാൻ്റെ കുടുംബത്തെ രക്ഷിക്കുന്നു. നമുക്ക് പെട്ടെന്ന് അവരിലൂടെ ഒന്ന് ഓടിപ്പോകാം. നോഹയുടെ കാലം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചുവൻ ഒറ്റ വാക്കാൽ പറഞ്ഞാൽ മതിയായിരുന്നു, തീരട്ടെ എല്ലാം അല്ലേ? ചില രാത്രികളിൽ ചില അപ്പന്മാരല്ലെങ്കിൽ ചില അമ്മമാരെങ്കിലും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടില്ലേ, ദൈവമേ ഇന്നുകൊണ്ട് എല്ലാം അങ്ങ് തീർന്നാൽ മതിയായിരുന്നു, ഇതൊന്നും അനുഭവിക്കാൻ വയ്യ. ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആളാണ് ഞാൻ. ഒരുപാട് അനുഭവങ്ങൾ ഞാൻ കണ്ടു വളർന്നയാളാണ്. ഞാനും ആലോചിച്ചിട്ടുണ്ട്, തീർന്നു പോയാൽ എളുപ്പമായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവം കൽപ്പിച്ചു, മുഴുവനായിട്ട് തീർത്തില്ല. ഒരു കുടുംബത്തെ ദൈവം ഇഷ്ടപ്പെട്ടു. ആ കുടുംബത്തോട് ദൈവം തമ്പുരാൻ വെറുതെ രക്ഷപ്പെടാമെന്ന് പറഞ്ഞില്ല, ജോലി കൊടുത്തു. ഒരു ഗോഫർ മരം കൊണ്ടുള്ള ഒരു പെട്ടകം പണിയണം. ഒരു നീതിമാനെ കണ്ടപ്പോൾ അല്പം അനുതാപം ദൈവത്തിന് വന്നു. ചിന്തകളെ ഒന്ന് മാറ്റിമറിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഒരു വലിയ പെട്ടകം പണിയണം, 300 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം പൊക്കം, വലിയൊരു കപ്പൽ പണിയുക. ഈ അപ്പം വന്ന് ഭാര്യയോട് പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞു ഇങ്ങനൊരു കപ്പൽ പണിയാൻ.
ഇന്നത്തെ ഭാര്യയാണെങ്കിൽ വിദ്യാഭ്യാസമുള്ള ഭാര്യ, അവൾ ഉടനെ എന്നാ പറയും, ഇങ്ങനെ ആരെയും കാണിക്കണം, അല്ലെ കുഴപ്പമാണ്. പുള്ളി പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക, കപ്പലുണ്ടാക്കണം. ഇങ്ങനെയൊക്കെ എന്തോ കുഴപ്പമുണ്ട്. മക്കളും മരുമക്കളോട് അമ്മയുടെ കൂടെ ചേർത്തേ ഉള്ളൂ. പക്ഷേ ഇവിടെ അമ്മയൊന്നും മിണ്ടിയില്ല. അമ്മയ്ക്ക് ആരെ അറിയാം? അമ്മയ്ക്ക് അമ്മയുടെ ഭർത്താവിനെ അറിയാം, ഭർത്താവിൻ്റെ വിശ്വാസത്തെ അറിയാം, ഭർത്താവിൻ്റെ ദൈവത്തെ അറിയാം. അമ്മയും 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും മരുമക്കളും എല്ലാം കൂടെ നിന്ന്, അയ്യോ എന്ത് നല്ലൊരു കുടുംബം, ഒരു മരുമോൾ പോലും ഒരാപ്പും പണിതില്ല. ഇന്ന് മുഴുവൻ ആപ്പിൻ്റെ കാലമാണ്. ഓരോരുത്തരുടെ ആപ്പിലാണ്. ഇവർ 6ഉം 2ഉം 8 പേര്. ഇവർ ചേർന്നുകൊണ്ടൊരു വലിയ കപ്പൽ പണിയാൻ ഒക്കത്തില്ല. അയൽവക്കക്കാരെല്ലാം വിളിച്ചു, ദൈവം എന്നോട് കൽപ്പിച്ചു, വലിയ മഴ പെയ്യാൻ പോകുന്നു, പിന്നെ ഞാനൊരു പെട്ടകം പണിയാൻ പോവുകയാണ്. മരത്തോട് മരം ബന്ധിച്ച് തമ്പുരാൻ പറഞ്ഞ നീളത്തിലും വീതിയിലും പൊക്കത്തിലും ഒക്കെ ആയിട്ട് നോഹ പെട്ടകം തീർക്കുമ്പോൾ ആശാരിമാരൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. പലരും സഹായിച്ചു, പലരും പരിഹസിച്ചു, പലരും ചിരിച്ചു. ഇയാൾക്കും വട്ട, ഇയാളുടെ ഭാര്യയ്ക്കും വട്ട, ഇയാളുടെ മക്കൾക്കും മരുമക്കൾക്കും എല്ലാം വട്ട. നമ്മുടെ ദേശത്ത് ഭ്രാന്ത് പിടിച്ച ഒരു കുടുംബം നാണ്ട് ഏതാണ്ടൊക്കെ തട്ടിക്കൂട്ടുന്നു. എവിടെ തന്നെയല്ല, മരത്തോട് മരം ബന്ധിച്ച് വെള്ളം വന്നാലേ ഇത് പൊങ്ങുമോ? അല്ലേ? ഇങ്ങനെയെല്ലാം ഒത്തിരി പരിഹാസങ്ങൾ. ഒന്നും മിണ്ടിയില്ല, ഒന്നും നോക്കിയില്ല. ഈയിടെ ഒരു പോസ്റ്റ് കണ്ടു, നമ്മൾ വഴിയെ നടന്നു പോകുമ്പോൾ പല പട്ടികളും കുരയ്ക്കും. ഓരോ പട്ടിയുടെയും കുര തീർക്കാൻ അതിനിട്ട് എറിഞ്ഞുകൊണ്ട് നിന്നാൽ നിനക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഒക്കുകയില്ല. അതുകൊണ്ട് അവിടെ നിന്ന് പട്ടി കുറച്ചോട്ടെ, നീ അങ്ങ് പോയാൽ മതിയെന്ന്. ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി നല്ലൊരു വാചകമാണ്. പക്ഷേ അങ്ങ് പോയാലൊക്കത്തില്ല. ചിലപ്പം നമ്മുടെ ജീവിതത്തിൽ ചില പട്ടിക്കിട്ടെങ്കിലും ഒരു ഏറ് കൊടുത്തില്ലെങ്കിൽ ഒരു സുഖമില്ല. ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് അർഹതപ്പെട്ട പട്ടിക്കിട്ടൊരു ഏറ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരത്തില്ല. ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതം. ഈ 600 വയസ്സുള്ള വൃദ്ധൻ തൻ്റെ കുടുംബത്തിൻ്റെ സഹായത്തോടെ ഈ പെട്ടകം തീർത്തു. ദൈവം കൽപ്പിച്ചതനുസരിച്ച് ഈരണ്ട് സകലതിനെയും നശിപ്പിക്കാൻ ജലപ്രളയത്തിൽ വിചാരിച്ചവൻ തൻ്റെ സൃഷ്ടിയെ ഒന്നും നശിപ്പിക്കാതെ എല്ലാത്തിൽ നിന്ന് ഈരണ്ട് രക്ഷപ്പെടാനിടയായത് ഈ നീതിമാൻ്റെ കുടുംബം മൂലമാണ് എന്നോർക്കണം. ഒരു നീതിമാൻ്റെ കുടുംബം മൂലം സർവ്വ സൃഷ്ടിയെയും രക്ഷിച്ചു നിർത്താൻ ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കാൻ ആ കുടുംബത്തിന് കഴിഞ്ഞു എന്നുള്ള ശ്രേഷ്ഠത മറക്കരുത്. ഇന്നും കഴിയണം. ഇന്ന് നമ്മുടെ ഒരു കുടുംബം മൂലം നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ സന്തോഷമായി നമുക്ക് മാറാൻ കഴിയില്ലേ? നമ്മുടെ വീട്ടിൽ നേരുന്ന പ്രാർത്ഥനകൾ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? എന്നും ചീത്ത വിളിക്കുന്ന വീട്ടുകാരാണെങ്കിൽ അയൽവക്കംകാർ പറയും, എൻ്റെ ദൈവമേ ഇതുങ്ങൾ ഇവിടുന്ന് ഒന്ന് പോയി കിട്ടിയിരുന്ന സമാധാനം ഉണ്ടായിരുന്നു. എന്നും പ്രാർത്ഥിക്കുന്ന എൻ്റെ കുടുംബത്തെ നോക്കി ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അവർ പ്രാർത്ഥന ആവശ്യപ്പെട്ട് വന്നിട്ടേ ഉള്ളൂ. വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് ഉറക്കം പാട്ട് പാടും, ഇപ്പോഴും പാടും. പാട്ട് കേട്ടില്ലെങ്കിൽ അയൽവക്കംകാർ ചോദിക്കും, ഇന്നെന്നാ പറ്റി അച്ഛാ, രാവിലെ പാട്ട് കേട്ടില്ലല്ലോ, അല്ലേ? ചുറ്റും താമസിക്കുന്ന കൂടുതലും നായന്മാരാ. അവരും അവരുടെ കുടുംബവും എന്നെ കരുതുകയും എൻ്റെ പ്രാർത്ഥനയ്ക്കായിട്ട് ചെവി ഉറക്കുകയും ചെയ്യുന്ന ഒരു ബന്ധം. വെറുതെ പറയുകയല്ല, പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കുടുംബം മൂലം ഒരു ദേശം രക്ഷ പ്രാപിക്കുമോ? ദൈവം നിങ്ങളുടെ കുടുംബത്തെ തിരഞ്ഞെടുക്കുമോ എന്ന് ചിന്തിക്കുക. എല്ലാത്തിനെയും തമ്പുരാൻ കൽപ്പിച്ചതുപോലെ പ്രവേശിച്ചു. അവസാനം അവരോട് പറഞ്ഞു, നിങ്ങളും കയറിക്കൂ. എങ്ങനെയെന്നറിയാമോ? ദിവസവും വായിക്കുമ്പം ഒന്ന് ശ്രദ്ധിച്ചോണം. കയറാൻ പറഞ്ഞത് ആദ്യം നോഹ കയറണം, അതിൻ്റെ പുറകെ പുത്രന്മാർ കയറണം, അത് കഴിഞ്ഞ് നോഹയുടെ ഭാര്യ കയറണം, പിന്നെ പുത്രന്മാരുടെ ഭാര്യമാർ കയറണം. എങ്ങനെ? ആദ്യം നോഹ, പിന്നെ പുത്രന്മാർ, പിന്നെ അമ്മ, പിന്നെ മരുമക്കൾ. എന്താ അങ്ങനെ? നോഹയ്ക്കും ഭാര്യയ്ക്കും നടുവിൽ പുത്രന്മാരുണ്ട്, പുത്രന്മാർക്കും അവരുടെ ഭാര്യമാർക്കും ഇടയിൽ അമ്മയുണ്ട്. പെട്ടകത്തിൽ ദൈവം തമ്പുരാൻ ഒരു നോമ്പ് കൽപ്പിച്ചു. അതുകൊണ്ട് ഇങ്ങനെ കയറാൻ പറഞ്ഞു. അവരങ്ങനെ തന്നെ കയറി. ദൈവം തമ്പുരാൻ കൽപ്പിച്ചതായ 150 ദിവസം ഭൂമിയിൽ വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കട്ടെ. കുന്നുകളും വൃക്ഷങ്ങളും വീടുകളും എല്ലാം മുങ്ങിപ്പോയി. പെട്ടകം ഉറപ്പിച്ചിരുന്നതായ മരങ്ങളൊക്കെ അവർ കട്ട് ചെയ്ത് വെച്ചിരുന്നു ആശാരിമാരെ കൊണ്ട്. പെട്ടകം പണിയാൻ കൂട്ടത്തിൽ നിന്ന് ഒറ്റ ആശാരിയും ഒരു സ്നേഹിതനും
ഒരു കൂട്ടുകാരനും പെട്ടത്തിക്കാർ രക്ഷപ്പെടാൻ പറ്റിയില്ല. ആലോചിച്ച് നോക്കിയേ, ഈ നീതിമാൻ്റെ കുടുംബം സർവ്വ സൃഷ്ടിയോടൊപ്പം അതിനകത്ത് കയറി. അവർ ദൈവം കൽപ്പിച്ച അത്രയും കാലം അവിടെ അതിനകത്ത് താമസിച്ചു. അവർ നോയമ്പനുഷ്ഠിച്ചു എന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. സകല സൃഷ്ടിക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവർ നോമ്പനുഷ്ഠിച്ചു. വ്രതം തെറ്റിക്കാതെ അവർ അതിനുള്ളിൽ താമസിച്ചു. അവസാനം അറാറത്ത് പർവ്വതത്തിൽ ഇത് ഉറച്ചു. പെട്ടകം ഉറച്ചു. പെട്ടകത്തിൻ്റെ അനക്കം നിന്നു. തുറക്കാൻ ദൈവം കൽപ്പിക്കാതെ തുറക്കാൻ ഒക്കുവോ? തുറക്കരുത്. ദൈവം കൽപ്പിക്കാതെ തുറക്കരുത്. തുറന്നാൽ വെള്ളം കയറും. ദൈവം കൽപ്പിച്ചപ്പോൾ തുറന്നു. നോക്കി, എവിടെയോ ഉറച്ചിട്ടുണ്ട്. മുഴുവൻ എന്തോ ആയിരിക്കും? വെള്ളം, ചള്ളയും ചെളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുക. ബാക്കിയുള്ളത് മുഴുവൻ തീർന്നു. ഈ പെട്ടകത്തിനകത്തുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നോഹ ഒരു പ്രാവിനെ പിടിച്ച് ജനലിൽ കൂടെ പുറത്തേക്ക് വിട്ടു. പ്രാവ് നിഷ്കളങ്കനാ, നിർമ്മലനാ, വൃത്തിയുള്ളതാണ്, നല്ല സ്വഭാവമുള്ളതാണ്. അതുകൊണ്ടാണല്ലോ യോർദാൻ നദിയിൽ കർത്താവ് ഇറങ്ങിയപ്പോൾ പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയെന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ഉടനെ പ്രാവിനെ ഓർക്കുന്നതും. ഈ പ്രാവ് പറന്നു പോയിട്ട് അത് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ മനസ്സിലായി വെള്ളം താന്നിട്ടില്ല, ഇരിക്കാൻ സ്ഥലം കിട്ടാഞ്ഞുകൊണ്ടാണ് ഇത് തിരിച്ചു വന്നത്. രണ്ടാമത് 7 ദിവസം കഴിഞ്ഞ് പ്രാവിനെ വീണ്ടും അയച്ചു. അത് പോയിട്ട് ഒരു പച്ച ഒലിവില കടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നോഹയ്ക്ക് മനസ്സിലായി വെള്ളം ഇറങ്ങി തുടങ്ങി, എങ്ങാണ്ടൊക്കെ ചില നാമ്പുകളൊക്കെ കിളിർത്തു തുടങ്ങി. വീണ്ടും 7 ദിവസം കഴിഞ്ഞ് പ്രാവിനെ അയക്കുന്നു. അത് മടങ്ങി വന്നില്ല. ഈ വേദഭാഗം ഓർപ്പിക്കുന്നത് ശ്രേഷ്ഠതയുള്ള ഈ പ്രാവിൻ്റെ 3 പറക്കലുകളാണ്. ഈ 3 പറക്കലുകൾ ഒന്ന് ചെറുതായിട്ട് നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. 3 പ്രാവശ്യം പ്രാവിനെ വിട്ടല്ലോ നോഹ. അവൻ നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, ദൈവകൽപ്പന പാലിക്കുന്നവനായിരുന്നു, ഭാഗ്യം ലഭിച്ച കുടുംബനാഥനായിരുന്നു. അവൻ ആദ്യം ഒരു പ്രാവിനെ വിടുന്നു, അത് മടങ്ങി വരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, പാഴിരുളിന്മേൽ പരിശുദ്ധ റൂഹ പൊരുന്നി ആവസിച്ച് സൃഷ്ടിയുടെ ആരംഭം കുറിക്കുന്നു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, അതിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു, തൽഫലമായി വെളിച്ചമുണ്ടായി. എന്നും പാപിയുടെ മേൽ പരിശുദ്ധ റൂഹ ഇങ്ങനെ വട്ടമിട്ട് പറന്ന് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് എന്ന് മറന്നു പോകരുത്. നന്മ തിന്മകളുടെ പോരാട്ടത്തിന്മേൽ പാപബോധം നൽകി പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാവ് നമുക്ക് ചുറ്റുമുണ്ട് എന്ന് മറന്നു പോകരുത്. ദൈവത്തിൻ്റെ ആത്മാനിക്ഷേപത്തിനായി അനുതാപത്തിലൂടെ തിരികെ വരുവാൻ ആവശ്യപ്പെടുന്ന 1ാമത്തെ പറക്കൽ ആ പ്രാവ് തിരിച്ചു വന്നു. തിരികെ വരുവാനുള്ള മനസ്സ് നമുക്ക് തോന്നുക, ആയിരിക്കുന്ന അവസ്ഥയെ വിട്ട് രക്ഷയുടെ മാർഗത്തിൽ ജീവൻ്റെ അടുക്കിലേക്ക്, നിത്യജീവൻ്റെ അടുക്കിലേക്ക് അടുത്തു വരുവാനുള്ള ഒരു തീരുമാനം ഈ 1ാമത്തെ പറക്കലിലൂടെ പ്രാവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. 2ാമത്തെ പറക്കൽ എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 1 മുതൽ 18 വരെ വായിക്കുമ്പോൾ ഒരു പ്രാവ് പോയിട്ട് അതൊരു ഒലിവല കടിച്ചുകൊണ്ട് തിരിച്ചു വരുന്നു. 14-ാം സങ്കീർത്തനം 3-ാം വാക്യം പറയുന്നുണ്ട്, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തം പോലുമില്ല. പ്രിയമുള്ളവരെ, തിന്മപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് നോഹയെ കണ്ടെത്തിയവൻ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ദുഷ്ടലോകത്തിൽ നിന്ന് ഒരു നല്ലവളായ കന്യകയെ കണ്ടെത്തുന്നു ഈ പ്രാവ്. വെള്ളത്തിൽ ശൈത്തില പോലെ ദൈവം മറിയയുടെ ഉദരത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നു. ഈ പ്രാവ് കൊത്തിക്കൊണ്ടുവന്ന ഒലിവില പോലെ ആ കാലഘട്ടത്തിൽ ദൈവം തിരഞ്ഞെടുത്ത ഒരു പെറ്റു പെൺകുട്ടി, മാലാഖ വന്ന് കല്യാണം ഉറപ്പിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന കൊച്ച, സേവ് ദ ഡേറ്റും ഒക്കെ ആയിക്കൊണ്ട് നിൽക്കുന്ന കൊച്ച, അവിടെ അടുക്ക മാലാഖ വന്നേച്ച് പറഞ്ഞു, നീ ഇനിയും കല്യാണമൊന്നും കഴിക്കണ്ട, അല്ലാതെ തന്നെ നീ അങ്ങ് ഗർഭിണിയാവുമെന്ന്. സമ്മതിക്കുമോ? സമ്മതിക്കുമോ? നമ്മുടെ മക്കളാണ്, നമ്മൾ സമ്മതിക്കുമോ? പിന്നെ നീ സ്വപ്നം കണ്ടു, മാലാഖ വന്നു, പോണേ അല്ലേ? ആരെങ്കിലും സമ്മതിക്കുമോ?
അയ്യോ, ആരോടും ചോദിച്ചില്ല. ആ കൊച്ചെന്തോ പറഞ്ഞേ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. ഇത് മറിയ പറഞ്ഞു. ഈ മറിയയുടെ മോൻ എന്താ പറഞ്ഞത്? പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. കണ്ടോ, ഈ അമ്മയുടെ മോൻ പറഞ്ഞതും അമ്മ പറഞ്ഞത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ രണ്ടാമത്തെ പറക്കലിലൂടെ ഒരു ഒലിവില കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ, ലോകത്തെ രക്ഷിക്കുവാൻ തക്കവണ്ണം ഒരു കുമാരനെ ഒരു ഒലിവില പോലെ കന്യകയുടെ ഉദരത്തിലേക്ക് പറഞ്ഞയക്കുന്ന, സമ്മാനിച്ചു കൊടുക്കുന്ന ഒരു ദൈവം. ആ ഒലിവിലയാണ് ഞാനും നിങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ കുർബാന. മൂന്നാമത്തെ പറക്കൽ വലിയ വിഷയങ്ങളായിരിക്കും, ചെറിയ ചിന്തകൾ മതി. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു നിൽക്കുക. ഒന്നാമത്തെ പറക്കൽ എന്ന് പറയുന്നത് പോയിട്ട് തിരിച്ചു വന്നു. പോയ പോക്കങ്ങ് പോയി, തിരിച്ചു വരാൻ ആഹ്വാനമാണ്. തിരിച്ചു ആ പെട്ടകത്തിലേക്ക് സഭ വിട്ടുപോയവരും, ക്രിസ്തുവിനെ വിട്ടുപോയവരും, വിശ്വാസം വിട്ടുപോയവരും, ദൈവത്തെ നഷ്ടപ്പെട്ടവരും ഒക്കെ ഉണ്ടെങ്കിൽ തിരിച്ചു വരുവാനുള്ളൊരു ആഹ്വാനം ഈ പ്രാവിൻ്റെ തിരിച്ചുവരവിലൂടെ തരുന്നു. രണ്ടാമത്തേത്, ലോകത്തെ മുഴുവൻ രക്ഷിക്കുവാൻ വേണ്ടി ഒരു ഒലിവിലയെ കന്യകയുടെ ഉദരത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് ഒരു രാജകുമാരനെ സമ്മാനമായിട്ട് നൽകിയിരിക്കുന്നു തമ്പുരാൻ. മൂന്നാമത്തെ പറക്കൽ ആ പ്രാവ് പോയതല്ലാണ്ട് പിന്നത് വന്നില്ല. മൂന്നാമതൊരു പ്രാവ് വന്നു, പെന്തിക്കൊസ്തി നാൾ. ആ പ്രാവ് എങ്ങും പോയിട്ടില്ല. അത് എന്നിലും നിങ്ങളിലും നമ്മുടെ ഇടയിലും ഇന്നും വസിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രാവ് അതെങ്ങും പോയില്ല, തിരിച്ചും വന്നില്ല, അയച്ചിടത്തോട്ടും പോയില്ല, വിട്ടിടത്തോട്ടും പോയില്ല. ആ പ്രാവിനെ ഇതുവരെ കണ്ടില്ല. ആ പ്രാവാണ് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന് പിതാക്കന്മാർ ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ പ്രാവ് പറന്നു വന്ന് മനുഷ്യൻ്റെ ഹൃദയത്തിൽ വിശ്രമം തേടുന്നു. ഒന്ന് തുറന്നു കൊടുക്കാമോ ആ ഹൃദയം? പരിശുദ്ധാത്മാവിന് വിശ്രമിക്കുവാൻ ആ ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കാമോ? നമുക്കിന്നൊന്ന് ചിന്തിക്കാൻ മേലെ. ഇത്രയൊക്കെ കേട്ടപ്പം ഒരു നീതിമാനുണ്ടെങ്കിൽ ലോകം രക്ഷപ്പെടുമെങ്കിൽ, തമ്പുരാനെ, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞ പോലെ നമ്മുടെ കൊച്ചു കുടുംബം കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കാനുള്ളൊരു വലിയ പദ്ധതി എന്നിലൂടെ, എൻ്റെ കുടുംബത്തിലൂടെ ദൈവമേ നടത്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള ചട്ടക്കൂട്ടുകളാണ് സഭ നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കൊരുപാട് കാര്യങ്ങളിൽ കുറ്റം കണ്ടെത്താനൊക്കെ സാധിക്കുമായിരിക്കും. പക്ഷേ എല്ലാവർക്കും പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നോഹ പെട്ടകം പണിതതുപോലെ നമ്മുടെ കുടുംബത്തെ സർവ്വസൃഷ്ടിക്കും വേണ്ടി പണിയുവാൻ നമുക്ക് എവർക്കും സാധിക്കട്ടെ എന്ന് ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, മരണം ഒരു പേടിയാണ് അല്ലേ? മരണമെന്ന് കേൾക്കുന്നത് തന്നെ പേടിയാണ് ഇല്ലേ? ഉണ്ട്. ആരെങ്കിലും മരിച്ചെന്ന് കേൾക്കുമ്പോഴും പേടിയാണ്. മനോരമ പത്രത്തിൻ്റെ ഒരു പേജ് നിറച്ച് നിര്യാതരായരെ കാണുമ്പോൾ ഓടിച്ചൊരു നോട്ടമുണ്ട്. അറിയാവുന്ന സ്ഥലം വല്ലതും ഉണ്ടോ? അവിടെ നിന്ന് നിൽക്കും നോട്ടം. എന്നിട്ട് താഴോട്ടൊന്ന് നോക്കുമ്പം അത് ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ആണെങ്കിൽ നമ്മുടെ ആരുമല്ല, അടുത്ത താഴോട്ട് പോയി. പിന്നത്തെ നോക്കി വരുമ്പം വർഗീസെന്നോ വല്ലതും കണ്ടു, അല്ല അത് മാർത്തോമ പള്ളിയിലാണ്, നമ്മുടെ അല്ല. ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ എളുപ്പത്തിൽ നിര്യാതരായ കോളത്തിലൂടെ ഒരു പോക്ക് പോകും. ഞാനന്നേരം ഓർക്കുക, അവസാനത്ത് നമ്മുടെ ആണോ എന്നാണോ ഈ ധൃതി വെച്ച് നോക്കുന്നേ? ഏറ്റവും അവസാനത്തെ പേജ് വാർത്ത എൻ്റെ ആണോ എന്നാണോ ഈ നോക്കുന്നത്? ഞാനതെന്നും നോക്കിയേ ചോർക്കും. എൻ്റെ ദൈവമേ, എൻ്റെ പടം പത്രത്തിൽ വരുമ്പം എനിക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാ ഈ മനോരമ വരുത്തി എന്നും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇല്ലേ? പക്ഷെ എനിക്ക് കാണണോ? എനിക്ക് കാണണ്ട, എന്നെ കാണുന്നവൻ എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ 3 പറക്കലുകൾ വളരെ ഹ്രസ്വമായി നിങ്ങളെ ഒന്ന് ഓർപ്പിച്ചു. യേശു തമ്പുരാൻ തനിക്ക് ലഭിച്ച ഒരു കൊച്ചു ജീവിതം, 33.5 വർഷത്തെ ജീവിതം, യൗവന കാലം മാനവരാശിക്ക് വേണ്ടി സമർപ്പിച്ചു, കുരിശിൽ മരിച്ചു. നമുക്കും ജീവിതത്തിൽ ഒത്തിരി കുരിശുണ്ട്. ആ കുരിശുകൾ തോളയിൽ വഹിച്ചും കൊണ്ട് നമുക്ക് അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്കൊന്ന് പോകാൻ പറ്റിയില്ലേ? അവിടെ അല്ലേ നമ്മുടെ ആശ്വാസം? അവിടെ ആശ്വാസം കണ്ടെത്താൻ കഴിയണം. എന്ത് പ്രയാസമുണ്ടായി. ഇപ്പോൾ ആണ്ട സഹോദരി വന്ന പോലെ പരിമല തിരുമേൻ്റെ അടുക്കൽ ആശ്വാസത്തിനായിട്ട് വന്നതാ. അപ്പോൾ എന്നെ കണ്ടു, എന്നോടൊന്ന് ആവശ്യപ്പെട്ടു, അച്ഛാ ഒന്ന് പ്രാർത്ഥിച്ച് തന്നേരെ അല്ലേ? ഒരാശ്വാസത്തിനായിട്ട് കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നമ്മുടെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ, കൊച്ചുമക്കളെ ഒക്കെ ഈ കുരിശിൻ്റെ ചുവട്ടിൽ ബന്ധിച്ച് നിർത്തിക്കോണം. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. അതെ, നമ്മുടെ ഈ ജീവിതം
യേശു തമ്പുരാനുള്ളതാകട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. രഹസ്യ സ്വഭാവത്തിലും പരസ്യ സ്വഭാവത്തിലുമൊക്കെ വെട്ടേണ്ടവയെ വെട്ടി നീക്കി തിരിച്ചറിവിൻ്റെ ദിനരാത്രങ്ങളിലൂടെ കണ്ണുനീരിൻ്റെ കുറവ് പരിഹരിച്ച് താബോറിൻ്റെ രൂപാന്തരം നമുക്കൊരനുഭവമായിട്ട് മാറട്ടെ. ഒന്നുകൂടെ കടന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് വീട്ടിലിരുന്നു? പകലോ രാത്രിയോ അല്പസമയം കിട്ടിയാൽ എവിടെ ഇരുന്നുകൊണ്ടാണേലും വേണ്ടുകയില്ല, കസേരയിൽ ഇരുന്നാണേലും വേണ്ടുകയില്ല, സോഫായിൽ ഇരുന്നുകൊണ്ടാണേലും വേണ്ടുകയില്ല, കട്ടിലേ കിടന്നുകൊണ്ടാണേലും വേണ്ടുകയില്ല, കരഞ്ഞ് പ്രാർത്ഥിച്ച് എത്ര പേരെന്നെ കേൾക്കുന്നുണ്ടോ? കരഞ്ഞു പ്രാർത്ഥിച്ച ഒരുപാട് പിതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കരഞ്ഞവരുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, 119 സങ്കീർത്തനം 18 വാക്യം ഞാൻ ആദ്യമേ വായിച്ചുവല്ലോ. അത് പറയുകയാണ്, നിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. അതെ, ഈ 3 പറക്കലുകൾ കാണാൻ നമ്മുടെ കണ്ണ് തുറക്കണമെങ്കിൽ ദൈവവചനത്തിലൂടെ നമ്മൾ പോകണം. ആരും പഠിപ്പിക്കേണ്ട, ആരും പറഞ്ഞു തരണ്ട, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. വായിക്കുമ്പോൾ ഓരോ വാക്യങ്ങളിലൂടെയും പല പല സന്ദേശങ്ങൾ നമുക്ക് തരുന്ന ജീവനുള്ള വചനം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശ്വാസമായി ഭാഗമായി മാറണം. ഓസ്കാർ വയൽ എന്ന ഒരു ചിത്രകാരൻ്റെ രചനയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ റോഡിൽ കൂടെ ഇങ്ങനെ ആടി പോകുന്നു. എന്നായിരിക്കും കാര്യം? ഒരു മനുഷ്യൻ ആടി പോകുന്നു റോഡിൽ കൂടെ. യേശു തമ്പുരാൻ ആ ആളുടെ അടുക്ക് ചെന്നു ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ഈ മനുഷ്യർ നടക്കുന്ന പോലെ നടക്കാതെ ഒരുമാതിരി വികലമായിട്ട് നടക്കുന്നതിൻ്റെ കാരണം എന്നാ? ഒട്ടും സംശയമില്ല. അയാളൊന്ന് നോക്കി, യേശുവാണോ? അതെ, ഇങ്ങേരാ കാരണക്കാരൻ. അതെന്തുവാണ്? ഞാനൊരു കുഷ്ഠരോഗിയായിരുന്നേ, എനിക്ക് നിങ്ങൾ സൗഖ്യം തന്നു, പക്ഷെ ഒറ്റ മനുഷ്യൻ എന്നെ വീട്ടിൽ കയറ്റത്തില്ല. അവിടെ ആ റോഡിൽ കൂടെ ആടി നടക്കുക. ഞാനിങ്ങനെ ആടാൻ കാരണം നിങ്ങളല്ലേ. കുഷ്ഠരോഗിയായിരുന്നെങ്കിൽ എനിക്ക് കുഷ്ഠരോഗികളുടെ കൂടെ അവിടെ കിടക്കാമായിരുന്നു. സൗഖ്യം തന്നതുകൊണ്ടല്ലേ എന്നെ ഇപ്പോൾ വീട്ടിലും കയറ്റത്തില്ല, അവിടെയും കയറ്റത്തില്ല. ഞാൻ റോഡിൽ കൂടെ നടക്കുക. എന്നെ ചെയ്യാനാ? നിങ്ങളാ കാരണക്കാരൻ. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതം ഇതൊക്കെ തന്നെയാണ്. പഴി മുഴുവൻ ദൈവത്തിനാണ്. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ ഒരാളൊരു പെങ്കൊച്ചിൻ്റെ പുറകെ കിടന്ന് ഓടുക അവളെ പീഡിപ്പിക്കാൻ. യേശു തമ്പുരാൻ അവൻ്റെ കയ്യെ പിടിച്ച് പുറകോട്ട് നിർത്തി, എന്തോ കാണിക്കുന്നത്? നീ അതിനകത്തിനായി പോകുന്നത്? ഒന്ന് തിരിഞ്ഞു നോക്കില്ല, യേശുവാണോ? അതെ. ഞാനൊരു പൊട്ടക്കണ്ണനായിരുന്നു, കുരുടനായിരുന്നു, അന്ധനായിരുന്നു. എൻ്റെ കണ്ണിന് ജനിച്ചപ്പം മുതൽ കാഴ്ചയില്ല. നിങ്ങളാണ് എനിക്ക് കാഴ്ച തന്നത്. ഇപ്പം എന്നാ പറ്റുന്നറിയോ? കണ്ണിന് കാഴ്ച കിട്ടിയപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്നതെല്ലാം സ്വന്തമാക്കാനുള്ള ഓട്ടത്തിലാണ് ഞാൻ. ആരാ കാരണക്കാരൻ? ഇതല്ലേ നമ്മൾ? ഞാൻ എപ്പോഴും ഓർക്കും, ദൈവമേ, കണ്ണിന് കാഴ്ചയില്ലാഞ്ഞെങ്കിൽ ഒരു 70% പാപം ചെയ്യത്തില്ലായിരുന്നു എന്നാ എൻ്റെ വിശ്വാസം. അല്ലേ? അപ്പോഴും ഓർക്കാം, അയ്യോ കണ്ണിന് കാഴ്ച തന്നത് നിൻ്റെ കുറ്റമാണെന്നല്ലേ പറയുന്നതിൻ്റെ അർത്ഥം. ഇതാ ഇവിടെയും പറഞ്ഞത്. മൂന്നാമത് മുമ്പോട്ട് നടന്നപ്പം ഒരാളൊരു മൂലയിൽ കുത്തിയിരിക്കുന്നു, നിസ്സംഗനായി. ഇവിടെയും ചിലപ്പോൾ പള്ളിയുടെ മൂലയ്ക്കൊക്കെ ആരെങ്കിലുമൊക്കെ നിസ്സംഗതയോടെ ഇരിക്കുന്നുണ്ടാവാം. എന്തോ ചെയ്യാനാ? അച്ഛൻ പറയുന്നതൊക്കെ കേൾക്കാമല്ല, ഇപ്പം എന്നാ ചെയ്യാനാ? യേശു തമ്പുരാൻ വന്നിച്ച് ചോദിച്ചു, എന്താ കാര്യം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, ഒറ്റയ്ക്ക് മാറി മൂലയ്ക്ക് ചാരിയിരിക്കുന്നത്? അണ്ണ പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, നീ എന്നെ ഉയർപ്പിച്ചേ. ഞാനിനി എന്നാ ചെയ്യാന്? മരിച്ചുപോയ ആരെങ്കിലും ഉയർത്തി തിരിച്ച് വീട്ടിലോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? പതിനഞ്ച് കൊല്ലമായിട്ട് തളർന്നു കിടന്ന അച്ചായൻ മരിച്ചു, അപ്പൻ മരിച്ചു. ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ, തമ്പുരാനെ അപ്പച്ചനെ ഇങ്ങ് തിരിച്ചു വിട്ടേക്കണേന്ന്? ഉണ്ടോ? നീ എന്നെ ഉയർപ്പിച്ചു, ഞാനിപ്പോൾ എന്നാ പണിക്ക് പോകാനാ? ഞാൻ മരിച്ചവനായിരുന്നു, ജനം എന്നെ എഴുതി തള്ളി, ഞാൻ മരിച്ചവനായിരുന്നു, അവരെന്നെ എഴുതി തള്ളി കലറയും വെച്ച് പോയതാ. പിന്നെ നാറ്റക്കേസാ. നീ എന്നെ ഉയർപ്പിച്ച് ഇങ്ങോട്ട് നിർത്തിയപ്പോഴും ഞാനിപ്പോൾ ഇവരുടെ മുമ്പിൽ നാറ്റക്കേസാ. ആരാ കാരണം? നീയല്ലേ. ഇത് തന്നെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഭാവം. ഇതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ചിന്തകൾ. ഇവിടെയാണ് പലപ്പോഴും നമ്മൾ നിൽക്കുന്നത്. ധാരാളം കൃപകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ എന്ത് ചെയ്യണം എന്നറിയില്ല.
ഞാൻ ഒരു പെൺകുട്ടിയെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. അതിനു മുമ്പ് ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. ഇതിന്നും അന്വർത്ഥമാണ്. പണ്ട് പിതാക്കന്മാർ പാടിയത്. ഞങ്ങളിത് പാടുമ്പോൾ ഞങ്ങളുടെ അപ്പം പറയും ഈ പാട്ട് പാടണ്ടെന്ന് പറയുമായിരുന്നു. എൻ്റെ അപ്പൻ എനിക്ക് 20 വയസ്സാകുന്നതിന് മുമ്പ് മരിച്ചു പോയത്, 50 വർഷമായി. പക്ഷെ അദ്ദേഹം നല്ല പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ഈ പാട്ട് പാടുമ്പോൾ അദ്ദേഹം പറയട്ടെ അങ്ങനെ പാടുന്നത് എനിക്കിഷ്ടമില്ല. എന്താ, ഞാൻ അർത്ഥമൊക്കെ പറയും. പാട്ടിങ്ങനെ അറിയാവുന്നവർ ചേർന്ന് പാടിക്കൂ. ജീവിതം ഇന്നും ശരിയായിട്ടില്ലയ്യോ, ജീവിപ്പിക്കും കർത്തനേ വന്ന്, ജീവനും ശക്തിയും സ്നേഹവും തന്നെന്നെ ജീവിപ്പിച്ചിടണമേ. വന്ന് ജീവനും ശക്തിയും സ്നേഹവും തന്നെന്നെ ജീവിപ്പിച്ചിടണമേ. അപ്പം എൻ്റെ അപ്പം പറയും ഡാ ആ പാടല്ലേ, തെറ്റാ. അതിന് എഴുതി വെച്ചിട്ടില്ലേ പാടുന്നേ, നമുക്കൊന്നും വല്ലതും അറിയാമോ? എടാ എന്നും എത്ര നാൾ നീ പാടുകൂടാ, ജീവിതം ഇന്നും ശരിയായിട്ടില്ല, ആദ്യം ജീവിതം ശരിയാക്കും. ഈ പാട്ടും പാടി അന്ത്യം വരാൻ കിടന്നാൽ മതിയോ, പെട്ടി വരെ? ശരിയല്ലേ? അന്നും പാടുന്നുണ്ട്, ഇന്നും പാടുന്നുണ്ട്, ഇന്നലെയും പാടി, ജീവിതം ഇന്നും ശരിയായിട്ടില്ല, അയ്യോ ഇനിയും വരണോ തമ്പുരാൻ? പ്രാവ് വന്നു, അവൻ തൊട്ടു, അവൻ സൗഖ്യപ്പെടുത്തി, അവൻ കൃപകളിൽ നിറച്ചു, അംഗീകരിക്കുന്നില്ല. ഇന്നും പാടുക. ഇനിങ്ങോടെ ഒന്നുകൂടെ വന്നേര്, ഒന്നുകൂടെ വന്നാൽ ചെല്ലുമോ നമ്മൾ കൂട്ടത്തിൽ? എൻ്റെ പൊന്നു കർത്താവേ, ഈ വേദോത്സവം പറയുന്നത് എന്നറിയാമോ? പുത്രൻ തമ്പുരാൻ ഇഷ്ടമുള്ളവരെ മാത്രം പോകുന്ന നമ്മളെല്ലാം അങ്ങ് സ്വർഗത്തിൽ ചെല്ലുമെന്നും പറഞ്ഞ് ജീവിക്കണ്ട കേട്ടോ. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന പുത്രൻ തമ്പുരാൻ തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമാണ് അവിടെ രാജ്യത്ത് പ്രവേശിക്കാനൊക്കുന്നത്, സ്വർഗരാജ്യത്തിൽ. എല്ലാവർക്കും കിട്ടുമെന്ന് വിചാരിക്കേണ്ട, പക്ഷെ കിട്ടാനൊരു സാധ്യതയുണ്ട് കേട്ടോ. ആ സാധ്യതയോടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം, സമയം തീരുക. ആ സാധ്യത ഈ പരിശുദ്ധനായ പരുമല തിരുമേനിയും പാമ്പാടി തിരുമേനിയും കുറിച്ചി ബാവായും പോലെയുള്ള നമുക്കറിയാവുന്ന നമ്മുടെ പിതാക്കന്മാരാണ്. അതിനു മുമ്പുണ്ടായിരുന്ന വിശുദ്ധന്മാരെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളുണ്ട്. അതൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്കറിയാം. എൻ്റെ വീട്ടിൽ ഒരു കെട്ട് ജീവചരിത്രം ഇരിപ്പുണ്ട്, പല പിതാക്കന്മാരുടെ. മുഴുവനൊന്നും വായിച്ചില്ല, കുറച്ചൊക്കെ വായിച്ചുള്ളൂ. കാരണം കുറേ വായിക്കും അങ്ങ് മടുപ്പ് പോകുന്നു അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ജീവചരിത്രമൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. എന്നാൽ ഈ പിതാക്കന്മാർ നമുക്കറിയാവുന്ന പരിശുദ്ധനായ പരുമല തിരുമേനിയും പാമ്പാടി തിരുമേനിയും കുറിച്ചി ബാവായും കൂറിലോസ് ബാവായും ഒക്കെ നമ്മുടെ ഇടയിൽ, നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ചില മുഖങ്ങൾ, അവരുടെ ജീവിതത്തിലേക്കൊക്കെ നോക്കുമ്പോഴൊരിക്കൽ എന്നെ പഠിപ്പിച്ച ഒരു വല്യച്ഛൻ, അദ്ദേഹം ഇപ്പം ഇല്ല, അദ്ദേഹം എന്തോ പറഞ്ഞു വന്ന കൂട്ടത്തിൽ, ഞാൻ ഈ സംശയമൊക്കെ ചോദിക്കുന്ന ആളാണ്. അദ്ദേഹം എന്തോ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഈ എന്നോട് പറഞ്ഞു, നിനക്കറിയാമോ ഈ കുറിച്ചി ബാവായൊക്കെ വലിയ വിശുദ്ധന്മാരായിരുന്നു. ഓ നമ്മളെ ചെറുപ്പമല്ല, നമ്മൾ അത്ര വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ. എന്തോ വിശുദ്ധിയാണ്, നമ്മുടെ വിശുദ്ധി നമുക്കറിയാം അല്ലേ. ഇതിനെക്കാട്ടി വലിയ വിശുദ്ധിയുണ്ടോ ഇവർക്കാർക്കണ്ടുണ്ടോ? ഇതിങ്ങനെ ചൊല്ലി അല്ല പഠനം പ്രാർത്ഥിച്ച് നമ്മളെല്ലാം കൂടെ അവരെ വിശുദ്ധരാക്കിയതല്ലേ എന്നൊക്കെ അങ്ങ് സംശയിച്ചു പോകും. പക്ഷേ ആ വല്യച്ഛൻ പറഞ്ഞു, കുറിച്ചി ബാവായുടെ ശിഷ്യന്മാരായിട്ട് ഞങ്ങൾ ചമ്മാശന്മാരായിട്ടും ബ്രദർമാരായിട്ടും കൂട്ടത്തിലുണ്ട്. ഭയങ്കര പേടിയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത്, ഭയങ്കര ശോഭയാടാ, അങ്ങോട്ട് നോക്കാൻ പോലും പേടിയാണ്. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ തുണി കൊണ്ടുള്ള ഒരു ചാരുകസേര ഇട്ടിട്ട് അദ്ദേഹം ചാരി കിടക്കും. ഞങ്ങൾ താഴെ പോയി ചമ്രം പടഞ്ഞിരിക്കും. അവിടെ ഇരുന്നുകൊണ്ടാണ് ക്ലാസ് പഠിപ്പിക്കല. അന്നത്തെ പൗരോഹിത്യം പഠിപ്പിക്കുക, സെമിനാരിയൊന്നുമല്ല, പഠിപ്പിക്കല. അദ്ദേഹം പറയാനുള്ളതെല്ലാം പറഞ്ഞ് പഠിപ്പിക്കുക, അവിടെ ഇരുന്നോണം. പക്ഷേ അച്ഛാ എഴുന്നേറ്റ് പോരാൻ തോന്നത്തില്ല, കാരണം അത്ര ശോഭയാണ്. അങ്ങോട്ട് നോക്കി അങ്ങ് ഇരുന്ന് പോവും. അദ്ദേഹം പറയുന്നതെല്ലാം നമ്മൾ അറിയാതെ അങ്ങ് കുറിച്ചു പോവും മനസ്സിൽ. ഒരു ഭാഗ്യത്തിൻ്റെ അവസ്ഥകൾ അദ്ദേഹം പറയുമായിരുന്നു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരു ചമ്മാച്ചൻ ഇച്ചിരി പിമ്പിരിയ, എല്ലായിടത്തും ഉണ്ടല്ലോ അല്ലേ വീട്ടിൽ പിമ്പിരിയ ഉള്ള ഒരെണ്ണയിലും. ഇപ്പോഴത്തെ എല്ലാം പിമ്പിരിയ പിള്ളേർ, ഒരു രക്ഷയില്ല. ആ ഒരു ചമ്മാച്ചൻ ഇങ്ങനെ എന്തോ ഇടപാടാ അല്ലേ, ഈ തിരുമേനി മണിക്കൂറുകൾ ഈ ചാരുകസേരയിൽ അങ്ങ് കിടക്കും, ഇങ്ങനെ ഉറങ്ങുന്നേ. ഇതൊന്നും ചോദിക്കാഞ്ഞിട്ട് പറ്റുന്നില്ല. ഇവരോടൊക്കെ ചോദിച്ചോ പറഞ്ഞു, നീ ഓതിരി ഞങ്ങൾക്കറിയത്തില്ല. ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് ഈ ചമ്മാച്ചൻ ചെന്ന് തിരുമേനിയോട് ചോദിച്ചെന്നാണ് പറയുന്നത്, കുറിച്ചി ബാവായോട്, തിരുമേനി ഇത്രയും നേരം ഇതിന് ഉറങ്ങുന്നേ, ഈ ചാരുകസേരയിൽ ഇങ്ങനെ കിടന്നങ്ങ് ഉറങ്ങുന്നു. എന്നാൽ തിരുമേനി പറഞ്ഞു, ഞാൻ ഉറങ്ങിയെന്ന് നിന്നോടാരാ പറഞ്ഞു? ഉറങ്ങുമല്ല ഞാൻ. അല്ല
ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അതെന്തോ പ്രാർത്ഥനയാണ്? നമ്മളെല്ലാം കൂടെ അല്ലേ 7 നേരവും പ്രാർത്ഥിക്കുന്നത്, പിന്നെ എന്തോ പ്രാർത്ഥനയാണ്? ചമ്മാച്ചൻ്റെ മനസ്സിലേ ചോദിച്ചുള്ളൂ കേട്ടോ, തിരുമേനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പിതാക്കന്മാർ പ്രാർത്ഥിച്ചത് എങ്ങനെയാണെന്നറിയാമോ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അവർ പ്രാർത്ഥിക്കുന്നത് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന്, വീട്ടിലിരുന്ന് നമുക്കും ആകാം കേട്ടോ. അവരിങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ സ്വർഗത്തിലേക്ക് കയറി ചെന്ന ദൈവത്തിൻ്റെ അടുക്ക് ചെല്ലുമ്പോൾ അവർ മനസ്സിലാക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ഇന്ന് എന്നിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ശ്വാസം അവൻ ഊതി തന്നതാണ്. എൻ്റെ ഈ ശരീരം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന അനുഭവിച്ച് ഇത് ദൈവത്തിൻ്റെ ശരീരമാണ്. കർത്താവിൻ്റെ തിരുരക്തം അനുഭവിച്ച് എൻ്റെ സിരകളിലൂടെ ഓടുന്നത് ദൈവത്തിൻ്റെ രക്തമാണ്. അപ്പോൾ എൻ്റെ ശ്വാസവും എൻ്റെ ശരീരവും എൻ്റെ രക്തവും ദൈവത്തിൻ്റെ മാത്രം. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ആലയമാണ്. കന്യകയുടെ ഉദരം ദൈവത്തിൻ്റെ ആലയമായതുപോലെ ഈ പിതാക്കന്മാരുടെ ഈ ധ്യാനം അവരെ കൊണ്ടുവന്നെത്തിച്ചുകൊണ്ടിരുന്നത് വിശുദ്ധിയുടെ പടവുകൾ കയറി അതിൻ്റെ മുകളിലായിരുന്നു. വല്യച്ഛൻ എന്നോട് പറഞ്ഞതാണ്. എൻ്റെ കയ്യിൽ റെക്കോർഡൊന്നുമില്ല, മനസ്സിൽ കുറിച്ചിട്ടിരിക്കുന്ന ഇപ്പോൾ ഓർത്തപ്പോൾ പറയുക. അദ്ദേഹം ആ പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് പേടിയാണ്. അദ്ദേഹം സംഭവം അവസാനം പറഞ്ഞ് ഒപ്പിച്ച് നിർത്തിയത് ഇങ്ങനെയാണ്. ആ ചമ്മാച്ചനെ ഒരു ദിവസം ഇദ്ദേഹം ഇങ്ങനെ ചാരുകസേരയിൽ മണിക്കൂറുകൾ കഴിഞ്ഞ് ചമ്മാച്ചനായാലും എങ്ങാണ്ടെന്ന് ചെന്നപ്പോൾ വിളിച്ചു. ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു, അടുക്ക വന്ന് നിൽക്കാൻ പറഞ്ഞു. പേടിച്ച് വന്ന് പാവം നിന്നു. മറ്റേ അമ്മാച്ചന്മാർ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഒളിഞ്ഞ് നോക്കുന്നുണ്ട്, ഇതിന് എന്തോ സംഭവിക്കാൻ പോകുന്നത്. വിളിക്കുകയും ചെയ്തു, അടുത്ത് നിർത്തി. കുറേ നേരം കൂടെ പ്രാർത്ഥിച്ചു, അനക്കമില്ല. ഈ പുള്ളി അവിടെ നിന്ന് വല്ലതും ചെയ്യാനൊക്കുമോ? ഒന്നും ചെയ്യാനൊക്കത്തില്ല. അവിടെ നിൽക്കുക, മറ്റൊരു അതിൽ ഉത്കണ്ഠയോടെ നിൽക്കുക, ഇവൻ്റെ കാര്യം എന്തുവായി തീരും. ശരം കഴിഞ്ഞപ്പോൾ കൈ ഇങ്ങനെ നീട്ടി, എന്നിട്ട് പറഞ്ഞു, ചമ്മാശ ആ കയ്യിലൊന്ന് പിടിച്ചോളാൻ പറഞ്ഞു. ഈ ചമ്മാശൻ ഈ പിതാവിൻ്റെ കയ്യേൽ തൊട്ടതും ഈ ചമ്മാശൻ തെറിച്ചു എന്നാണ്, തെറിച്ചു വീണു. മറ്റേ ചമ്മാച്ചന്മാർ കണ്ടുകൊണ്ട് നിന്നവരെല്ലാം പേടിച്ചു പോയി. ചമ്മാച്ചൻ അവിടെ നിന്ന് ഉരുണ്ട് പടച്ച് എഴുന്നേറ്റ് ഓടി. കൂട്ടുകാർ ചോദിച്ചു, വെപ്രാളമെല്ലാം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എടാ എന്നാ പറ്റിയേ ഇല്ലേ, അറിയണ്ടേ എന്തോ പറ്റിയേ എന്ന് പറഞ്ഞു. അയ്യോ എൻ്റെ ദൈവമേ, എന്നാ പറ്റിയെന്ന് അറിയാമോ? ഞാൻ ആ ദേഹത്ത് തൊട്ടപ്പോൾ ആ തിരുമേനിയുടെ ചുറ്റും മാലാഖമാരിങ്ങനെ നിൽക്കുക. ഞാൻ ഒടുങ്ങിപ്പോയി, എനിക്കറിയത്തില്ല എന്നാ പറ്റിയെന്ന്. ഈ തെറിച്ചു വീണമെന്നും ആ പുള്ളി അറിഞ്ഞില്ല. മാലാഖമാർ ചുറ്റും നിൽക്കുകയാണ്. പരിശുദ്ധനായ പരിമല തിരുമേനി ഇവിടെ ഇരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മാലാഖമാർ അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്നു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊള്ളണം. പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. ചില ചിന്തകളൊക്കെ പങ്കിട്ടു. ഞാൻ നിങ്ങളെപ്പോലെ എപ്പോഴും അഭിമാനത്തോടെ പറയുമായിരുന്നു, ഞാൻ എൻ്റെ യേശുവിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. വലിയ അഭിമാനമായിരുന്നു പ്രസംഗിക്കാൻ. ഞാൻ കർത്താവിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നു, ധൈര്യമായിരുന്നു. പക്ഷെ എവിടെയോ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചിന്ത മനസ്സിൽ കൂടെ കയറി, തെറ്റാണ്, കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ പിടിച്ച് നടക്കാൻ പാടില്ല. എന്തോ പറ്റിയെന്നറിയാമോ? ഞാൻ മനസ്സിലാക്കിയ സത്യമാണേ, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഞാനും നിങ്ങളും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. പക്ഷേ നമുക്കൊരു സ്വഭാവമുണ്ട്. എന്തെങ്കിലും കാര്യം നമുക്ക് ദൈവം അറിയാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പതുക്കെ കയ്യെന്ന് വിട്ടേച്ച് നമ്മൾ പോയി അതൊക്കെ ചെയ്തേച്ച് തിരിച്ചു വന്നൊന്നും അറിയാത്ത പോലെ ഗേഹസി നിന്ന പോലെ വീണ്ടും പിടിക്കും. ഞാനും അങ്ങനെയായിരുന്നു. ആ ബോധ്യം എനിക്ക് വന്നപ്പോൾ ഞാൻ ഈ കർത്താവിൻ്റെ കയ്യേലെ പിടിവിട്ടു, സത്യമായിട്ട് വിട്ടിട്ട് ഞാൻ കർത്താവിനോട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, തുമ്പുരാനെ, ഞാൻ നിൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് നടന്നാൽ ഞാൻ എങ്ങും എത്തുകയില്ല, കാരണം ഞാൻ ഇടയ്ക്കിട്ടേച്ചു പോവും. അതുകൊണ്ട് എൻ്റെ കയ്യേൽ നീ ഒന്ന് പിടിക്കണമേ. നിരന്തരമായി പ്രാർത്ഥിച്ചു, എൻ്റെ കയ്യേൽ നീ ഒന്ന് പിടിക്കണമേ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അരിമത്യക്കാരനായ യൗസേപ്പിൻ്റെ കല്ലറയിൽ ഉയർത്തെഴുന്നേറ്റവനായ യേശു തമ്പുരാൻ എൻ്റെ വലത് കൈയിൽ പിടിച്ചു. ഇപ്പോൾ അവൻ പോകുന്ന വഴിയിലൂടെയാണ് എന്നെ നടത്തുന്നത് എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഈ പിതാക്കന്മാർ പ്രാർത്ഥിച്ച പോലെ സ്വർഗത്തിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനകളെ ഉയർത്തുക. നിങ്ങളുടെ കണ്ണുകൾ നിറയട്ടെ, നിങ്ങളുടെ കണ്ണുനീര് നിറയട്ടെ, നിങ്ങളുടെ ഹൃദയം നിറയട്ടെ. നിശ്ചയമായും
അവൻ വലത് കൈ നീട്ടും. അവൻ്റെ കയ്യെ പിടിക്കണ്ട, അവന് പിടിക്കാൻ നിൻ്റെ വലത് കൈ ഒന്ന് നീട്ടിക്കൊടുക്കുക. അതെ, മൂന്നാണിയിൽ മൃതനായി മർത്യപാപത്തിൻ ഇരയായി വെറും 30 കാശിനായി വിരൽ മുത്തമിട്ടുറ്റിയൂതാ മൂന്നാണിയിൽ മൃതനായി. അതെ, നമുക്ക് വേണ്ടി മൂന്നാണിയിൽ തന്നെ സമർപ്പിച്ച യേശു ക്രിസ്തുവിൽ നമുക്ക് വിശ്വസിക്കാം. നമുക്ക് അവനോട് ചേർന്ന് നടക്കാം. നിൻ്റെ ന്യായപ്രമാണത്തിൽ നിന്ന് നിന്നെ കാണുവാനുള്ള ഉൾക്കാഴ്ചകളെ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ വചനത്തിൻ്റെ ബലത്തിൽ നമുക്ക് ജീവിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ബലഹീനായി എനിക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കുക. ഞാനും കിടക്കുന്നതിന് മുമ്പ് ദൈവമേ, ഇന്ന് ആ പരിമല ദേവാലയത്തിൽ വന്നിരുന്നും ദൂരെ ഇരുന്നും വിദേശത്തിരുന്നും ഒക്കെ കേട്ട എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന വന്നിയ പോൾറമ്പാച്ചനോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നമുക്കൊരു കാര്യം മാത്രം സാക്ഷിക്കുവാൻ കഴിയട്ടെ. അവൻ ലോകത്തിൻ്റെ വെളിച്ചമാണെങ്കിൽ അവനാണ് എൻ്റെ വെളിച്ചം, അവനാണ് എൻ്റെ പ്രകാശം. ആ പ്രകാശത്തിൽ ഞാൻ ജീവിക്കുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും നോക്കി ലോകത്തെ മുഴുവൻ രക്ഷിക്കുവാൻ ദൈവത്തിന് കരുണയുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.